വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ബ്രൈമൂർ മങ്കയം ഇക്കോ ടൂറിസം. കാടും അതിനുള്ളിലെ വെള്ളച്ചാട്ടവും ഒരുപോലെ ആസ്വദിക്കാം ഇവിടെ എത്തിയാൽ. ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനും ഒക്കെയായി ഒരു ദിവസം ബ്രൈമൂരിൽ അടിച്ചു പൊളിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പാലോടിന് സമീപത്തെ ഇക്കോ ടൂറിസം സ്ഥലമാണ് ബ്രൈമൂർ മങ്കയം. ചിറ്റാർ നദിയുടെ ഒരു പോഷക നദിയായ മങ്കയം നദി ഈ പ്രദേശത്തു കൂടിയാണ് വാമനപുരം പ്രദേശത്തേക്ക് എത്തുന്നത്. തെക്കൻ കേരളത്തിലെ തന്നെ മികച്ച 2 വെള്ളച്ചാട്ടങ്ങളായ കാളക്കയവും കുരിശടിയും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത്. കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ നെടുമങ്ങാട് നിന്നും ബ്രൈമൂൺ റൂട്ടാണ് ഇത്. നെടുമങ്ങാടിന് അടുത്താണ്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഫോറസ്റ്റ് ഏരിയയാണ്. നല്ലൊരു വൈബാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. സഹ്യന്റെ മടിത്തട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഈ തെളിനീരും കാടിന്റെ കാഴ്ചയും ജൈവ വൈവിധ്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു ഈ പ്രദേശത്തെ. സംസ്ഥാന വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മങ്കയത്ത് നഗരത്തിൽ നിന്ന് വെറും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെ സഞ്ചാരികൾക്ക് പ്രവേശനാനുമതിയുള്ള ഇവിടെ 40 രൂപയാണ് ഒരു വ്യക്തിക്ക് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. വെള്ളച്ചാട്ടങ്ങൾക്ക് പുറമെ തെളിഞ്ഞൊഴുകുന്ന നീരുറവകളും ഇവിടെയുണ്ട്. ഇത് ഒരുപാട് വെള്ളച്ചാട്ടം ഉള്ള ഒരു പ്രത്യേകത ഉള്ള സ്ഥലമാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്കെല്ലാം വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ വളരെ ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ ബ്രൈമൂർ എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞറിയിക്കുന്ന പോലെയല്ല, ഇവിടെ വന്ന് കണ്ടാലും ഇതിൻ്റെ മനോഹരമായ പ്രകൃതി രമണീയമായ കാര്യങ്ങളും പിന്നെ നല്ല വെള്ളച്ചാട്ടങ്ങളും, ഇവിടെ വന്ന് കുളിക്കുന്നവർക്ക് കുളിക്കാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കട വഴിയോ നെടുമങ്ങാട് വഴിയോ വിതുര പാലോട് വഴിയാണ് ഇവിടെ എത്തേണ്ടത്. പാലോട് KSRTC ഡിപ്പോയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര കാഴ്ച. വനപാലകരുടെ നിർദ്ദേശാനുസരണം മാത്രമേ ജലാശയത്തിൽ ഇറങ്ങാനാകൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദിവസങ്ങൾ കൊണ്ട് ദൂരെ യാത്ര പോകുന്നതിനേക്കാളും ഈ 1-1.5 മണിക്കൂർ കൊണ്ട് വളരെ പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റുന്ന, ഒരു ദിവസം വളരെ എൻജോയ് ചെയ്യുന്നതിന് പറ്റിയൊരു അന്തരീക്ഷമാണ്. പിന്നെ നല്ല ഈ പ്രകൃതിയുമായിട്ട് ഉള്ള നല്ലൊരു അന്തരീക്ഷം, മരങ്ങൾ, തണൽ, പിന്നെ മഴയാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അന്തരീക്ഷമാണ്. കാറിൽ വരികയാണെങ്കിൽ വളരെ രസകരമാണ് മഴയത്തുള്ള ഒരു അന്തരീക്ഷം. ന്യൂസ് 18 തിരുവനന്തപുരം.